നമസ്കാരം. കടൽസ് ഫൗണ്ടേഷനിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഞങ്ങൾ കുട്ടികൾക്ക് നല്ല ആഹാരവും ചികിത്സയും നൽകി ക്യാൻസർ എതിർത്ത് പോരാടാൻ സഹായിക്കുന്നു. ആഹാര ചികിത്സയിൽ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഭക്ഷണം ഉണ്ടാക്കുമ്പോഴും വാരിക്കൊടുക്കുമ്പോഴും എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നാണ്. ഭക്ഷണം കഴിക്കുമ്പോൾ എപ്പോഴും ആഹാരകാര്യത്തിൽ നമ്മൾ അത്രയും വലുതായിട്ട് ശ്രദ്ധിക്കാറില്ല. അത് നമ്മുടെ കുട്ടികളുടെ ആരോഗ്യത്തിൽ അപകടമായി മാറും. അതായത്, ഒരു പൂജ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എപ്പോഴും കുളിച്ച് ശുദ്ധമായല്ലേ ഇരിക്കാറ്? അപ്പോ നമ്മുടെ ശരീരത്തിന് ഭക്ഷണം നൽകുമ്പോ അതുപോലെ തന്നെയല്ലേ ഇരിക്കേണ്ടത്? എന്തു പറയുന്നു? നമ്മൾ ശുദ്ധമായിരിക്കുന്നത് മാത്രമല്ല, നമ്മൾ കഴിക്കുമ്പോൾ പിന്നെ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കുന്ന സാധനങ്ങളും ശുദ്ധമായി തന്നെ ഉണ്ടാവണം. അങ്ങനെ ആവുമ്പോ നമുക്ക് ഉണ്ടാവുന്ന രോഗങ്ങളും കുറയും, പിന്നെ ഇൻഫെക്ഷൻ പകരാനുള്ള സാധ്യതയും വളരെ കുറയും. ഇതൊക്കെ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ കുട്ടികൾക്ക് കുറഞ്ഞത് 15 നിമിഷമെങ്കിലും തിളപ്പിച്ച വെള്ളമേ കൊടുക്കാവൂ. അപ്പോൾ ഉണ്ടാക്കിയ ഫ്രഷായ ഭക്ഷണങ്ങൾ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. നമ്മൾ മരുന്നിന്റെ എക്സ്പയറി ഡേറ്റ് എങ്ങനെ ചെക്ക് ചെയ്യുന്നോ അതേപോലെ പാക്കേജ്ഡ് ഫുഡിന്റെ എക്സ്പയറി ഡേറ്റും ചെക്ക് ചെയ്തേ കഴിക്കാൻ കൊടുക്കാൻ പാടുള്ളൂ. ഭക്ഷണം പാചകം ചെയ്യുന്നതിന് മുൻപും വാരിക്കൊടുക്കുന്നതിന് മുമ്പും കൈകൾ വൃത്തിയായിട്ട് കഴുകണം. മാവ് കുഴയ്ക്കുന്നതിന് മുമ്പ് അതിനെ ഒരിക്കൽ ഫിൽട്ടർ ചെയ്യണം. വള, മോതിരം ഇതൊക്കെ ഇടുന്നവരാണെങ്കിൽ അത് ഊരി മാറ്റിവെക്കണം. എപ്പോഴും നിങ്ങളുടെ മുടി കെട്ടിവെക്കണം. നിങ്ങളുടെ നഖങ്ങളൊക്കെ വെട്ടി വൃത്തിയായിട്ട് വെക്കണം. പിന്നെ ഒരിക്കലും ഭക്ഷണം പ്ലാസ്റ്റിക് സാധനങ്ങളിൽ വെക്കാൻ പാടില്ല. അതിൽ ചൂടാക്കാനും പാടില്ല. എപ്പോഴും സ്റ്റീൽ പാത്രങ്ങൾ മാത്രം ഉപയോഗിക്കൂ. പാത്രങ്ങൾ നല്ല വൃത്തിയുള്ള തുണി കൊണ്ട് തുടയ്ക്കൂ. ചെറിയ ചൂടുള്ള വെള്ളത്തിൽ, അതായത് വാം വാട്ടറിൽ മലക്കറികൾ വൃത്തിയാക്കിയതിനു ശേഷമേ നമ്മളത് ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇതൊക്കെ നിങ്ങൾ എപ്പോഴും ചെയ്താൽ നിങ്ങളുടെ കുട്ടികൾ നല്ല പോഷകം നിറഞ്ഞ് വൃത്തിയുള്ള ആഹാരം മാത്രമേ കഴിക്കൂ. ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഒന്നും ആലോചിക്കാതെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോയി കടൽസ് ഡയറ്റീഷ്യനെ കാണൂ. ഞങ്ങൾ നിങ്ങളുടെ കുട്ടികളുടെ ആവശ്യമനുസരിച്ച് അവർക്ക് വേണ്ട ഡയറ്റ് പ്ലാൻ റെഡിയാക്കി തരും. ഇതെല്ലാം ചെയ്യുന്നത് അത്ര എളുപ്പമല്ല, എന്നാൽ കഷ്ടവുമല്ല. നിങ്ങളുടെ ഈ യാത്രയിൽ കടൽസ് എപ്പോഴും കൂടെയുണ്ടാവും. ഈ യുദ്ധം നമ്മൾ ഒരുമിച്ച് പോരാടാം.